എവ്രിവൺ, എൻലൈറ്റൻ എൻചാന്റഡ് 1111ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ പ്രേക്ഷകരുടെ സോൾ പർപ്പസ് എന്താണ്, എന്ത് ചെയ്യാനാണ് പ്രേക്ഷകർ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ദൈവം, ആർക്കേഞ്ചൽസ് ആഗ്രഹിക്കുന്നത്, പ്രേക്ഷകർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ ഇവിടെ രണ്ട് ഗ്രൂപ്പ് ആണുള്ളത്. സോ ബ്ലൂ കാർഡ് ഫസ്റ്റ് ഗ്രൂപ്പ്, പിങ്ക് കാർഡ് സെക്കൻഡ് ഗ്രൂപ്പ്. ഓക്കെ, ടൈം സ്റ്റാമ്പ് നോക്കി ചൂസ് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് റീഡിങ്. ഹലോ ഗ്രൂപ്പ് വൺ ചൂസ് ചെയ്തത് ബ്ലൂ കാർഡ് ആണ്. സോ നമുക്ക് നോക്കാം എന്താണ് പ്രേക്ഷകരുടെ സോൾ പർപ്പസ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ള പ്രേക്ഷകർക്കും സേൽസ് ടീമിനെ കോൺടാക്ട് ചെയ്യാനുള്ള രണ്ട് വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. മെസ്സേജ് ചെയ്യാവുന്നതാണ്. ബ്രേസ്ലെറ്റ്സ് ആൻഡ് ക്രിസ്റ്റൽ കിറ്റ്സ് ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ്. പേഴ്സണൽ റീഡിംഗ് ഹാഫ് ആൻ അവർ ആൻഡ് 1 hour റീഡിംഗ് ആണ് ഞാൻ ചെയ്യാറുള്ളത്. ഓക്കെ, ആൻഡ് പാസ്റ്റ് ലൈഫ് റീഡിങ്സും ചെയ്ത് കൊടുക്കാറുണ്ട്, ബട്ട് അത് 1 hour റീഡിംഗ് ആണ്. ഓക്കെ, പിന്നെ സ്വിച്ച് വേർഡ് പ്ലേലിസ്റ്റ്, അതുപോലെ തന്നെ എൻ്റെ ഡെയിലി മെസ്സേജ് ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോയിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, വായിച്ചു നോക്കുക. സോ സോൾ പർപ്പസ് എന്താണ്? 10 of Wands, Empress, Moon, awesome. 10 of Cups, 4 of Cups and wish fulfillment, 9 of Cups. പ്രേക്ഷകരുടെ ജീവിത ഉദ്ദേശം സ്വന്തം ജീവിതത്തിലെ ആഗ്രഹങ്ങളെ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരിക, പ്ലസ് ഈ വഴിയിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളും ചെയ്തെടുക്കുന്ന കാര്യങ്ങളും മറ്റ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് സോൾ പർപ്പസ്. ഓക്കെ, ഇതിൽ പല ഘട്ടങ്ങളുണ്ട്. ഓക്കെ, ചില ആൾക്കാർ ഒത്തിരി ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്നിട്ടും അവരുടെ ജീവിതത്തിൽ നല്ലൊരു ഉയർച്ച വരാത്ത പ്രേക്ഷകർക്ക് എങ്ങനെ അവരുടെ ഹാർഡ് വർക്കിനെ അവരുടെ സ്മാർട്ട് വർക്ക് ആക്കി തീർക്കണം എന്നത് ട്രെയിൻ ചെയ്യുന്നതാണ്. സോ ലൈഫ് കോച്ചസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ചില പ്രേക്ഷകർ ടോട്ടലി സൈക്കിക്കാണ്, സൈക്കിക് മീഡിയം എന്നാണ് കേൾക്കുന്നത്. സോ മീഡിയംഷിപ്പ്, ദാറ്റ് ഈസ് നമ്മുടെ ഭൂമിയിൽ നിന്ന് വിട്ടുപോയ ആത്മാക്കളോട് സംസാരിക്കുക, ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ ഒരു ഗൈഡൻസ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ പിന്നെ പോയ ആത്മാക്കളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുക. മീഡിയംഷിപ്പാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ചില പ്രേക്ഷകർ സൈക്കിക് ആണ്. സോ നിങ്ങൾ ആ സൈക്കിക് മീഡിയമിലൂടെ പലർക്ക് വഴികാട്ടിയായിട്ട് വരുന്നതാണ്. ഓക്കെ, സോ ഹീലിംഗ് പ്രോസസ്സ് എടുക്കാവുന്നതാണ്. ഓർ സൈക്കിക് മെസ്സേജസ് നൽകുന്നത്, ഓക്കെ, ചാനൽ മെസ്സേജസ് നൽകുന്നത്, ഇതൊക്കെ നിങ്ങളുടെ ഭാഗമാണ്. സോ പല പ്രേക്ഷകർ ഈ വീഡിയോ കാണുന്നുണ്ട്. സോ പല പ്രേക്ഷകർക്കും പലതായിട്ടായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് എന്ത് റെസനേറ്റ് ആകുന്നു, ഏത് കാര്യം റെസനേറ്റ് ആകുന്നു, അത് പ്രേക്ഷകരുടേതാണ്. ഓക്കെ, ചില പ്രേക്ഷകർക്ക് മറ്റ് ആൾക്കാരെ, ദാറ്റ് ഈസ് വരുന്ന ജനങ്ങളെ അവരുടെ ജീവിതത്തിൽ നല്ല സന്തോഷമായുള്ള കുടുംബം എങ്ങനെ നോക്കി നടത്താം എന്നത് ചെയ്യുന്നതാണ്. സോ മൈറ്റ് ബി ലിറ്ററലി നിങ്ങൾ സൈക്കാട്രിസ്റ്റ് പഠിക്കുന്നതാകാം. ഓക്കെ, അതിൽ ജോലി ചെയ്യുന്നതാകാം, മെൻ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുന്നവരാകാം. ആസ് എ ഹീലർ റിലേഷൻഷിപ്സ് എല്ലാവരുടെയും നന്നാക്കി എടുത്തു കൊടുക്കുന്നത്, ദാറ്റ് ഈസ് എല്ലാവരുടെയും റിലേഷൻഷിപ്പ് നന്നാക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ആ ഒരു ഫീൽഡിൽ നിങ്ങൾ പോകുന്നതാകാം. ഓക്കെ, ചില പ്രേക്ഷകർ ഓൾറെഡി ഇത് ചെയ്യുന്നുമുണ്ട്. മനസ്സിൽ ഏറെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രേക്ഷകരെ, അത് ഇത്രയും കൂടി ഡിഫിക്കൾട്ട് വർക്കാണ്. ആ ഒരു ടൈപ്പിലെ ജനങ്ങളെ അവരുടെ ജീവിതത്തിൽ ആ ഒരു നിങ്ങളുടെ ആ പാറ്റേണെ മാറ്റി നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെ കൊണ്ടുവരാൻ, ദാറ്റ് മീൻസ് സബ് കോൺഷ്യസ് ലെവലിൽ വർക്ക് ചെയ്യുന്ന പ്രേക്ഷകരാണ്. ഓക്കെ, സോ പല പ്രേക്ഷകർക്ക് പലതായിട്ടാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഒരു കാര്യം മനസ്സിലാക്കൂ, നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച്
നിങ്ങളുടെ സ്വന്തം ജീവിതം നന്നാക്കി എടുത്തിട്ടായിരിക്കും നിങ്ങൾ ജനങ്ങൾക്ക് ഈ ഒരു ഉപകാരം, ഈ ഒരു സർവീസ് ചെയ്തു കൊടുക്കുന്നത്. അൺബൗണ്ട്, റിലീസിങ് സോൾ പാറ്റേൺസ്, കോൺട്രാക്ട്സ് ആൻഡ് പാസ്റ്റ് ലൈഫ്സ്. ഞാൻ പറഞ്ഞിരുന്നു സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, സോ നിങ്ങളുടെ സ്വന്തം സോൾ പാറ്റേൺസിനെ മാറ്റി നിങ്ങളുടെ സ്വന്തം സോൾ കോൺട്രാക്ട്സ് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നിങ്ങളുടെ സ്വയമുള്ള അനുഭവങ്ങളിൽ നിന്നും ആൻഡ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ്സിനെ എങ്ങനെ മാറ്റി എടുക്കാം, ഓക്കെ, അല്ലെങ്കിൽ ആ കാർമിക് നെഗറ്റിവിറ്റി അതിനെ എങ്ങനെ മാറ്റി മറ്റ് ജനങ്ങളുടെ ജീവിതം നന്നാക്കാം എന്നതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. പാഷൻ ഇഗ്നൈറ്റഡ്. സോ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ പാഷൻ ആയിരിക്കും. ഓക്കെ, ചിലർ ഇത് ഹോബി ആയിട്ട് എടുക്കുന്നതാണ്, ചിലർ ഈ ഹോബിയെ വളർത്തുന്നതാണ്. ഓക്കെ, സോ പലർക്കും പലതായിട്ടായിരിക്കും വരുന്നത്. ചിലർ ഹാർട്ട് ചക്ര ബേസ്ഡ് വർക്കുകൾ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഹാർട്ട് ചക്രയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന പല എനർജി മാറ്റി ആൾക്കാരെ നല്ല എനർജിയിൽ കൊണ്ടുവരുന്നത് ജോലിയാണ് ചില പ്രേക്ഷകരുടെ. ഡിവൈൻ വിസ്ഡം ആൻഡ് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം, ഓക്കെ, ഏതൊക്കെ സോൾ പർപ്പസ് ആണോ ഇവിടെ ഞാൻ പറഞ്ഞത്, ചിലർക്ക് ഒന്നാണ്, ചിലർക്ക് എല്ലാം ഒരാൾ തന്നെ പല ഘട്ടങ്ങളായിട്ട് ചെയ്യുന്നതാണ് ജീവിതത്തിൽ. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നത് ഡിവൈൻ ഗൈഡൻസ് ത്രൂ ആണ്. ദാറ്റ് ഈസ് നിങ്ങൾ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലിയർ വോയൻറ്റ് എബിലിറ്റി, ക്ലിയർ ഓഡിയൻസ് എബിലിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസിൽ നിന്ന് നിങ്ങൾ മറ്റാൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ വളരെയധികം ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആണ് ഈ ഗ്രൂപ്പ്. ഓക്കെ, അല്ല ഇപ്പം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കാലം, ഒരു 2 to 3 years, 2 തൊട്ട് 3 വർഷം കഴിയുമ്പോഴത്തേക്കിന് ഒരു പ്രാർത്ഥന പോലും ഇരുന്ന് ചൊല്ലാത്ത പ്രേക്ഷകരാണ് ഇപ്പോൾ എങ്കിൽ നിങ്ങൾ വളരെയധികം പ്രാർത്ഥനകളിൽ മുഴുങ്ങി പോകുന്ന ഒരു സമയം വരുന്നതാണ്. സോ ദാറ്റ് മീൻസ് നിങ്ങൾ ഡിവൈനുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ ഏറെ ഡൗൺലോഡ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഇതാണ് ഗ്രൂപ്പ് 1. നിങ്ങളുടെ സോൾ പർപ്പസ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഡെഫിനറ്റ്ലി എഴുതി അറിയിക്കുക. ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് 2 ചൂസ് ചെയ്തത് പിങ്ക് കാർഡ് ആണ്. സോ നോക്കാം എന്താണ് പ്രേക്ഷകരുടെ സോൾ പർപ്പസ്, എന്ത് ചെയ്യാനാണ് പ്രേക്ഷകർ ഈ ഭൂമിയിൽ വന്നത്, എന്താണ് ഡിവൈൻ ആഗ്രഹിക്കുന്നത്. പേഴ്സണൽ റീഡിംഗ് ആസ് വെൽ ആസ് സെയിൽസ് ടീമിൻ്റെ വാട്സപ്പ് നമ്പർ, 2 വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ബ്രേസ്ലെറ്റ്സ് ആൻഡ് ക്രിസ്റ്റൽ കിറ്റ്സ് ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ്. പേഴ്സണൽ റീഡിംഗ് 1/2 hour and 1 hour ആണ് ചെയ്യാറുള്ളത്. പാസ്റ്റ് ലൈഫ് റീഡിങ്സും ചെയ്യാറുണ്ട്. ആൻഡ് ആസ് വെൽ ആസ് സ്വിച്ച് വുഡ് പ്ലേലിസ്റ്റ്, എൻ്റെ ഡെയിലി മെസ്സേജ് ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോ, എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്, കണ്ടു നോക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് പ്രേക്ഷകർ ചെയ്യാൻ വന്നത്? സോ സോൾ പർപ്പസ് എന്താണ്? 8 of Wands, the Sun, 5 of Cups, 3 of Wands, Tower. Tower is a tower. Okay. Knight of Cups and 5 of Pentacles. ഒരു സെക്കൻഡ് ഞാൻ ഇതൊന്ന് നോക്കിക്കോട്ടെ. സോ ഇവിടെ സെക്കൻഡ് ഗ്രൂപ്പിലെ പ്രേക്ഷകർ ഏറെ ഗ്രൗണ്ട് വർക്കാണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഹീലിംഗ് മൊഡാലിറ്റി ആയിക്കോട്ടെ, ടാരോ റീഡിങ്സ് ആയിക്കോട്ടെ, നമ്മൾ ഒരിടത്ത് ഇരുന്ന് ചെയ്യുന്നു. ഗ്രൗണ്ട് വർക്ക് എന്നത് നിങ്ങൾ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ചെയ്യുന്നു. NGOs, ആക്ടിവിറ്റീസ്, ഓക്കെ, പല ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക, അനാഥ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി വർക്ക് ചെയ്യുക. ഓക്കെ, എന്നെ ഹോസ്പിറ്റൽസ് ആണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് ഏറെ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവരെ ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്ത് കൊണ്ടുപോകുക, അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. ഓക്കെ, അങ്ങനത്തെ ഗ്രൗണ്ട് വർക്കാണ് എന്നെ ഇവിടെ കാണിക്കുന്നത്. സോ ഏറെ ട്രാവലിംഗ് ഉള്ള ഗ്രൂപ്പാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ഒത്തിരി ട്രാവൽ ചെയ്യും. ഓക്കെ, ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്ത് സ്ഥലമാറ്റമാകാം. ഓക്കെ, അതല്ല
ഒരു സ്ഥലത്തു നിന്ന് മറ്റ് സ്ഥലത്ത് പോയി ജോലി ചെയ്ത് തിരിച്ചു വരുന്നവർ, അങ്ങനെ എന്നും ട്രാവലിംഗ് ഉള്ളവർ, അങ്ങനെയാകാം. ചില പ്രേക്ഷകർക്ക് ട്രാവലിങ്ങിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്ന ആ ഒരു മാധ്യമങ്ങളിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരിടത്ത് പോവുകയാണ്, പെട്ടെന്ന് ഒരാളെ കണ്ടു, ഓക്കെ, അവർക്കൊരു സഹായം വേണം, നിങ്ങൾ അവിടെ സഹായം ചെയ്തു, നിങ്ങൾ മൂവ് ഓൺ ആയി, അടുത്തൊരു സ്ഥലത്ത് ചെന്നു. ലിറ്ററലി നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോവുകയാണ്, ആൻഡ് ഇടയ്ക്ക് വെച്ച ഒരാൾക്ക് ഒരു സഹായം വേണമെങ്കിൽ നിങ്ങൾ സഹായം ചെയ്തു പോകുന്നു. അങ്ങനെ ലിറ്ററലി ചെറിയ ചെറിയ കാര്യങ്ങൾ. ഓക്കെ, ചിലർക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിങ്ങും ചെയ്യും, അതുപോലെ തന്നെ മറ്റ് പ്രേക്ഷകർ, മറ്റ് ജനങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിങ്ങും ചെയ്യുന്നതാണ്. കൂടുതലും സക്സസ്സിൽ വരാൻ ഉള്ള ആ ബ്ലോക്കേജ് മാറ്റിക്കൊടുക്കലാണ് ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകരുടെ മെയിൻ കാര്യം. ഓക്കെ, അത് ഞാൻ പല സോൾ പർപ്പസ് ആയിരിക്കും ഇവിടെ പറയുന്നത്, ബിക്കോസ് ഗ്രൂപ്പ് 1 അങ്ങനെയാണ് വന്നത്. സോ ഇവിടെയും അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർക്ക് എന്ത് റെസനേറ്റ് ആകുന്നു അതെടുക്കുക. ഓക്കെ, സോ ഇവിടെ സൺ കാർഡ് വരുന്നത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ്. ഓക്കെ, ചിലർക്ക് മൃഗങ്ങളുമായിട്ട് വർക്ക് ചെയ്യാനാണ് ഈ ഒരു ഗ്രൂപ്പിലുള്ളത്. പർട്ടിക്കുലർലി ഹോഴ്സ്, ഡോങ്കി, ഓക്കെ, അവരുമായിട്ട് ജോലി ചെയ്യാൻ, മൃഗങ്ങളുമായിട്ട് ജോലി ചെയ്യാൻ. പ്ലേ സ്കൂൾ കാണിക്കുന്നുണ്ട്. സോ ചില പ്രേക്ഷകർ പ്ലേ സ്കൂളിൽ കുഞ്ഞു കുട്ടികളുമായിട്ടായിരിക്കും ജോലി ചെയ്യുന്നത്. ഓക്കെ, അതാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ്, കുഞ്ഞുങ്ങളുമായിട്ട് ജോലി ചെയ്യുക. പീഡിത വിഭാഗം ദാറ്റ് ഈസ് ഭക്ഷണം കിട്ടാത്തവർ, തീരെ സൊസൈറ്റിയിൽ ഒത്തിരി പുറകിലായ വിഭാഗങ്ങളുണ്ടല്ലോ, അവരെ സഹായിക്കുന്നത്. ഓക്കെ, അതാണ് നിങ്ങളുടെ, ദാറ്റ് ഈസ് അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരിക എന്നതാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ്. ചില പ്രേക്ഷകർക്ക് ബാറ്റിൽ ഫീൽഡിൽ, ദാറ്റ് ഈസ് പോലീസ് ആകാം, ആർമി ആകാം, അവിടെയൊക്കെ അംഗങ്ങൾ, ഓക്കെ, നിങ്ങളുടെ ശാരീരിക അംഗങ്ങൾ മാറിപ്പോയ അല്ലെങ്കിൽ ഇല്ലാതായി പോയ വ്യക്തികളുമായിട്ട് ജോലി ചെയ്യുന്നതാണ്. ഓക്കെ, ചിലർ ലിറ്ററലി മെഷീൻ വർക്കാണ്. ഓക്കെ, ഏത് മെഷീനിൽ നിങ്ങൾ കൈകളില്ലാത്തവർക്ക് നിങ്ങൾ ആംപുറ്റേഷൻസ്, ഓക്കെ, കൈകളില്ലാത്തവർക്ക് കൃത്രിമ കൈകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ ഒരു ഗ്രൂപ്പിലെ പ്രേക്ഷകർക്ക് നിങ്ങളുടെ സോൾ പർപ്പസിൻ്റെ ഇടയ്ക്ക് ബ്രേക്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു ടൈം പീരീഡിലേക്ക് നിങ്ങളൊരു കാര്യം ചെയ്തു, പിന്നെ ഒരു ബ്രേക്കായി, കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെയും നിങ്ങൾ ആ ഒരു ടൈം പീരീഡ്. ചില പ്രേക്ഷകർക്ക് അവരുടെ സോൾ പർപ്പസ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചില ബുദ്ധിമുട്ടുകളിലൂടെ പോകേണ്ട അവസ്ഥ വരാൻ സാധ്യത ഉണ്ട്, ആൻഡ് അവിടുന്ന് പിന്നെ ഒരു വഴിത്തിരിവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ഞാൻ പറഞ്ഞത് മെഷീൻസ് ഉണ്ടാക്കുക, കൃത്രിമ കൈകൾ, കാലുകൾ വെച്ച് കൊടുക്കുന്ന അങ്ങനത്തെ കമ്പനീസിൽ ജോലി ചെയ്യുക. ഓക്കെ, ഗ്രൗണ്ട് ലെവൽ വർക്കാണ് ഇവിടെ കാണിക്കുന്നത്. ടവർ ആണ് വന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഡിഫറൻസസ് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ടവർ മൂമെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ്, ഈ ടവർ മൂമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, അവിടെ ഒരു ടവർ മൂമെൻറ്റ് വന്നു, ബുദ്ധിമുട്ട് വന്നു, വിഷമം വന്നു, പിന്നെ അവിടെ നിന്ന് വേറൊരു സോൾ പർപ്പസിലേക്ക് നിങ്ങൾ മാറിപ്പോകുന്നു. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ സോൾ പർപ്പസ് ദാറ്റ് ഈസ്, ഇപ്പോൾ ലൈഫ് കോച്ച് അല്ലാത്തവർ, ഓക്കെ, നിങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ ജോലികൾ ചെയ്ത് ആൾക്കാരെ സഹായിച്ച് വന്ന് നിങ്ങളുടെ ഒരു 50s 60s എന്ന ഏജ് വരുമ്പോൾ, 50 വയസ്സ് 60 വയസ്സ് എന്നുള്ള ഏജ് വരുമ്പോൾ, ആ സമയത്ത് നിങ്ങളൊരു ലൈഫ് കോച്ച് ആകാനും ഇടയുണ്ട്. ഓക്കെ, ചിലർക്ക് ആകാൻ ആഗ്രഹിക്കുന്നവർ, ചിലർ ഒത്തിരി ദൂരപ്രദേശങ്ങളിൽ ആൾക്കാരൊന്നും ഇല്ലാത്തടത്ത്, ഒത്തിരി അധികം തിരക്കില്ലാത്തടത്ത് താമസിക്കാനും ഇടയുണ്ട്.
5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് മണി റിലേറ്റഡ് ഇഷ്യൂസും പ്രായമായുള്ള ആൾക്കാരും അവരെ സംരക്ഷിക്കുന്ന ജോലിയായിരിക്കും ഏറ്റവും കൂടുതൽ സോൾ പർപ്പസ് ആയിട്ട് നിങ്ങളുടെ വരുന്നത്. ഓക്കെ, ചിലടത്ത് സ്പിരിച്വൽ യൂണിയൻ, ദാറ്റ് ഈസ് പ്രാർത്ഥനകൾ, ഭജൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഗ്രൂപ്പ്സിൽ നിങ്ങൾ ഉണ്ടാകും. ഓക്കെ, ഓൾഡ് ഏജ് ആയിട്ടുള്ളവർ, സാമ്പത്തികത്തിൽ വളരെ ബുദ്ധിമുട്ട് നേരിടുന്നവർ, അവരെ സഹായിക്കുക, ഇതൊക്കെയാണ് നിങ്ങളുടെ സോൾ പർപ്പസ് ആയിട്ട് വരുന്നത്. ഓൾറൈറ്റ്, സോ നെക്സ്റ്റ് കാർഡ്, ഡോണ്ട് ഡിം ടു ഫിറ്റ് ഇൻ. ഓസം. പ്രേക്ഷകർക്ക് പലപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അവരുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇവിടെ പറയുന്നത് അവരുമായിട്ട് ഒത്തുചേർന്ന് പോകാനായിട്ട് നിങ്ങളുടെ ലൈറ്റ്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ കഴിവുകൾ അതൊന്നും മാറ്റാതിരിക്കൂ. കാരണം നിങ്ങൾ, ഐ തിങ്ക് ഈ ടവർ മൂമെൻറ്റ്സ് നിങ്ങൾക്ക് വരുന്നത് എപ്പോഴാണെന്നറിയോ? നിങ്ങളെപ്പോൾ ഒരു സെറ്റ് ഓഫ് ജോലി ചെയ്യുന്നു, നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആൾക്കാർ അവർ വേറെ രീതിയിലായിരിക്കും. അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുകയും അവരെ സംതൃപ്തിപ്പെടുത്താൻ കാര്യങ്ങൾ ചെയ്യുകയും അവരുടെ രീതിയിൽ നടക്കുകയും ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ ലൈഫിൽ പിന്നെ ഒരു ടവർ മൂവ്മെൻറ്റ് വരുന്നത്. പിന്നെ നിങ്ങൾ റൂട്ട് മാറും. ഓക്കെ, നിങ്ങൾ പിന്നെ നിങ്ങളുടെ ആ ഒരു ജീവിത ശൈലിയിലേക്ക് വരും, സഹായിക്കുക, പഠിക്കുക, ഓക്കെ, ആൾക്കാരെ സഹായിക്കുക. പക്ഷെ പിന്നെയും അവിടെയും നിങ്ങൾക്ക് കിട്ടും കുറേ പേര്, ആൻഡ് അതേ സെയിം പാറ്റേൺ ആയിരിക്കും. പിന്നെയും ചിലപ്പോൾ നിങ്ങൾ അവർക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കും. കാരണം നിങ്ങൾക്ക് ലോങ്ങിങ്നെസ് ഒത്തിരിയുണ്ട്. ദാറ്റ് ഈസ് നിങ്ങൾക്കൊപ്പം ആൾക്കാർ വേണം. ഒറ്റപ്പെട്ടൊരു ജീവിതം ആകും നിങ്ങളുടേത് ഏറെ. ഓക്കെ, നിങ്ങൾക്ക് ആൾക്കാർ വേണം 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 എന്നുള്ള ഒരു ആഗ്രഹമാണ്. ആൻഡ് ആ ആഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ മറ്റാൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അവർ നിങ്ങൾക്ക് ശരിയാകുന്നില്ല എന്നും കൂടി. ഓക്കെ, എന്നാൽ പോലും പക്ഷേ പിന്നെ നിങ്ങളുടെ ലൈഫിൽ ടവർ മൂവ്മെൻറ്റ്. സോ ടവർ മൂവ്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുന്നെങ്കിൽ ആകെ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ശരിയാവാത്ത ആൾക്കാരെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാതിരിക്കും. ഇനി എത്ര നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും. ഈസി അല്ല, എനിക്കറിയാം, വളരെ ബുദ്ധിമുട്ടാണ്, വളരെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് ടവർ മൂവ്മെൻറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ, കാരണം ഈ ടവർ മൂവ്മെൻറ്റ് ഈസി അല്ല, വളരെ ബുദ്ധിമുട്ടുള്ള ടവർ മൂവ്മെൻറ്റ്സ് ആണ് വരുന്നത്. സോ കാരണം നിങ്ങളുടെ സോൾ പർപ്പസ് വലുതാണ്. ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് സോൾ പർപ്പസ് നിങ്ങളുടെ ജീവിക്കാൻ പറ്റത്തില്ല. ആൻഡ് ഞങ്ങൾ എന്തിനാണ് വരുന്നത് ഇവിടെ? ഞങ്ങളുടെ സോൾ പർപ്പസ് ജീവിക്കാനാണ് വരുന്നത്. ഓക്കെ, ഐ തിങ്ക് ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർ ആൻസസ്റ്റർ റീഡിങ് ഞാൻ ഇട്ടിരുന്നു, അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഓക്കെ, ബിക്കോസ് ഐ തിങ്ക് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങൾക്കൊപ്പമുണ്ട്. ഓൾറൈറ്റ്, ലൈറ്റ്. സി, ഇവിടെ നോക്കൂ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെയും നിങ്ങൾക്ക് ലൈറ്റാണ്, ഇവിടെയും നിങ്ങൾക്ക് ലൈറ്റാണ്. നിങ്ങൾ ആൾക്കാരുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരേണ്ട ആൾക്കാരാണ്. സോ സ്വന്തം ജീവിതത്തിൽ ഡാർക്ക് എനർജീസ് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ലൈഫിൽ ടവർ മൂവ്മെൻറ്റ്സ് നടക്കും. കാരണം നിങ്ങളെ പിന്നെയും ആ ലൈറ്റിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, ഒരിക്കലും ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകരുടെ ദൈവങ്ങൾ, സ്പിരിറ്റ് ഗൈഡ്സ്, ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങളെ ഒരിക്കലും ഡാർക്ക് എനർജിയിൽ വെക്കില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഒത്തിരി ഉയർന്നതാണ്. നിങ്ങൾ ഒത്തിരി ഓൾഡ് സോൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ, ഓക്കെ, ഓൾഡ് സോൾ ദാറ്റ് മീൻസ് ഏറെ വർഷങ്ങൾ ജീവിച്ച, ഏറെ കാലങ്ങൾ ഈ ഭൂമിയിൽ ജന്മമെടുത്ത് ജീവിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ പഠനങ്ങൾ നടത്തിയ, ഓക്കെ, ദാറ്റ് ഈസ് ആധ്യാത്മികമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയ സോൾസാണ് നിങ്ങൾ. നിങ്ങൾക്കൊരിക്കലും വളരാത്ത സോൾസിനൊപ്പം നിൽക്കാൻ പറ്റില്ല. അവരെ നിങ്ങൾ ജീവിതത്തിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗൈഡ്സ് അത് നിൽക്കാൻ സമ്മതിക്കില്ല. ഓക്കെ, സോ ലൈറ്റ് ആണ് നിങ്ങൾക്ക് വരുന്നത്. 8 ലൈഫ് പാത്ത് നമ്പർ, ബർത്ത്ഡേ നമ്പർ ഉള്ളവർ, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ. ഇൻസ്പിറേഷൻ, നിങ്ങളൊരു ഇൻസ്പിറേഷനാണ്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ ഒരിക്കലും ഡാർക്ക് എനർജീസ് അല്ലെങ്കിൽ വളരാത്ത സോഴ്സിനൊപ്പം നിങ്ങളെ വെക്കില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, ഐ നോ ഇത്തിരി ടഫ് റീഡിങ് തന്നെയാണ് ഈ ഗ്രൂപ്പിൻ്റെ, ബട്ട്
ഐ ഷോ യു വൺ തിങ്, നിങ്ങൾ ലൈറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായ ഫ്രണ്ട്സ് കിട്ടും, ലഭിക്കും, ഉറപ്പാണ്. സോ ഹോപ്പ് വിടാതിരിക്കുക. ഓക്കെ. ക്രിസ്റ്റൽ ഹോർസ് ചക്കിൾ. ക്രിസ്റ്റൽ CRYSTAL, ഹോർസ് HORSE, ചക്കിൾ CHUCKLE. ഫ്രണ്ട്സ് ഉണ്ടാകാൻ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണോ അതനുസരിച്ചുള്ള ഫ്രണ്ട്സ് നമുക്ക് വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്വിച്ച് ഫ്രേസാണിത്. ഇത് ചൊല്ലു, ഇൻറ്റൻഷൻ വെക്കൂ, എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, എൻ്റെ കൂടെ നിൽക്കാനുള്ള ഫ്രണ്ട്സ് എനിക്കുണ്ട്, ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. എന്നിട്ട് ക്രിസ്റ്റൽ ഹോർസ് ചക്കിൾ ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഓക്കെ ഗായ്സ്, സോ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് റെസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഡെഫിനറ്റ്ലി എഴുതി അറിയിക്കുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗായ്സ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.